ഹെവൻലി മെഡിസിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. മനുഷ്യൻ എന്ത് ഭക്ഷണം കഴിക്കണം, എത്ര വെള്ളം കുടിക്കണം, ഇതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യം തന്നെ മനുഷ്യൻ എത്ര വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും പലരുടെയും അഭിപ്രായങ്ങൾ. 5 ലിറ്റർ കുടിക്കണം, 10 ലിറ്റർ കുടിക്കണം, എത്രയോ വെള്ളം കുടിച്ചാൽ അത്രയും നല്ലത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ എന്തോരം വെള്ളം കുടിക്കണം? അതിനൊരൊറ്റ ഉത്തരവുള്ളൂ. നമുക്ക് ദാഹം എന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആ ദാഹത്തിനനുസരിച്ച് ഒരു മനുഷ്യൻ വെള്ളം കുടിക്കാവൂ. അത് പറയുന്നതിൻ്റെ കാരണം, ഇപ്പം ഞാൻ എയർ കണ്ടീഷനിലാണ് ജോലി ചെയ്യണമെങ്കിൽ 1.5-2 ലിറ്റർ വെള്ളം മാത്രം കുടിച്ചാൽ മതി. എന്നാൽ ഞാൻ വെയിലത്ത് പണിയെടുക്കണമെങ്കിൽ ചിലപ്പോൾ അത് 3 ലിറ്ററോ 5 ലിറ്ററോ അല്ലെങ്കിൽ അതിലും കൂടുതലോ ആയിരിക്കാം. എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു പേഷ്യൻ്റ് ഒരു ദിവസം 20 ലിറ്റർ വെള്ളം കുടിക്കും. അതിനനുസരിച്ച് ഭക്ഷണവും കഴിക്കുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ മനുഷ്യന് അത്ര 20 ലിറ്റർ വെള്ളം കുടിക്കണേ? ആ മനുഷ്യൻ്റെ ശരീരത്തിന് അത്രയും വെള്ളം ആവശ്യമാണ്. കാരണം ആ മനുഷ്യൻ്റെ ചൂട്, ഞാൻ അനുമാനിക്കുന്ന ഒരു ചൂട്, അതായത് 38 ഡിഗ്രിയും 39 ഡിഗ്രിയും സെൻറ്റിഗ്രേഡിൻ്റെ ഉള്ളിലാണ്. അതായത് ഏതാണ്ട് 99 ഡിഗ്രി 100 ഡിഗ്രിയുടെ അടുത്തുള്ള ചൂടാണ്. അപ്പോൾ ആ മനുഷ്യന് അത്രമാത്രം വേർത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യന് 20 ലിറ്റർ വെള്ളം ആവശ്യമാണ്. അതേസമയം എയർ കണ്ടീഷനിലിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ 1 ലിറ്ററോ 2 ലിറ്ററോ മാത്രമേ വെള്ളം കുടിക്കാതിരിക്കുള്ളൂ. അവൻ്റെ ശരീരത്തിന് അത് മാത്രമാണ് ആവശ്യം. ഇത് ദാഹം എന്ന ഒരു ഫീലിലൂടെ മനുഷ്യന് മനസ്സിലാക്കാവുന്നതാണ്. ദാഹം എന്ന ഫീൽ അറിയാൻ പാടില്ലാത്ത വല്ല അൾഷിമേഴ്സോ അല്ലെങ്കിൽ കുട്ടികളോ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളോ, ഇവർക്കൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഫീഡ് ചെയ്യണം. അത് ശരിയാണ്. വെള്ളം അധികം കുടിച്ചാൽ, ഇപ്പോൾ ചില കിഡ്നി സ്റ്റോണോ അങ്ങനെ ഗൾ ബ്ലാഡർ സ്റ്റോണോ ഉള്ളവരോട് പലരും പറയും കുറേ വെള്ളം കുടിക്കുക, ആ വെള്ളം കുടിക്കുക, ഈ വെള്ളം കുടിക്കുക എന്നൊക്കെ പറയും. വെള്ളത്തിന് പകരം ചായയോ കോളയോ കാപ്പിയോ ഇതൊന്നും വെള്ളത്തിന് പകരം വയ്ക്കാൻ വെള്ളം മാത്രമേ ഉള്ളൂ. ഒരിക്കലും വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വെള്ളത്തിനില്ല. പെപ്സി കുടിക്കാം, അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക് കുടിക്കാം, ഇതൊന്നും വെള്ളത്തിന് പകരമില്ല. നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ വെള്ളം മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഈ കിഡ്നി സ്റ്റോണും ഗൾ ബ്ലാഡർ സ്റ്റോണും ഒക്കെ വരുമ്പോൾ പറയും, നമുക്ക് കൂടുതൽ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞു പോയിട്ടാണ് അത് കുടിച്ചത്, കല്ലുണ്ടായത്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ചിലർ കുറേയധികം വെള്ളം കുടിക്കാൻ ശ്രമിക്കും. അങ്ങനെ വെള്ളം കുടിക്കുന്നവർ ആദ്യത്തെ ദിവസമല്ല, 2ാമത്തെ ദിവസം വയറുമ്മ ഒന്ന് തട്ടി നോക്കിയാൽ നമുക്കറിയാം അത് ചണ്ട കൊട്ടണ പോലെ ഗ്യാസിയുള്ള ഫീല് നമുക്കുണ്ടാവും. അപ്പം നമ്മുടെ ദാഹത്തിനനുസരിച്ച് മാത്രമേ മനുഷ്യൻ വെള്ളം കുടിക്കേണ്ട കാര്യമുള്ളൂ. ഒരിക്കലും ഒരാളുടെ അഡ്വൈസ് കേട്ടിട്ട് നമ്മൾ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ ചില സാഹചര്യങ്ങളിൽ പിന്നെ നമുക്ക് നോക്കാവുന്ന ഒരു മാർഗം, അതായത് മൂത്രം മഞ്ഞച്ചുകൊണ്ടോ നമ്മളൊരു ദിവസത്തിൽ മിനിമം കാലത്തും വൈകിട്ടും കൂടാതെ 4 പ്രാവശ്യമെങ്കിലും മൂത്രം ഒഴിക്കണ്ടോ, ഇതൊക്കെ നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. മൂത്രത്തിൻ്റെ കളറ് ഇത്ര 4 പ്രാവശ്യമെങ്കിലും വെള്ളം കുടിക്കുന്നവരാണ്, 4 പ്രാവശ്യമെങ്കിലും മൂത്രം ഒഴിക്കുന്നവരാണെങ്കിൽ അവർ വെള്ളം ഒരുവിധം നോർമലായിരിക്കും. അതിൽ കുറവായി കഴിഞ്ഞാൽ ഇത് മൂത്രത്തിൻ്റെ കളറ് മാറാനും മഞ്ഞ കളറ് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുക. ഈ 2 ഓപ്ഷൻ നമുക്ക് നോക്കാം. അതനുസരിച്ച് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഇനി എന്ത് ഭക്ഷിക്കും, മനുഷ്യൻ എന്ത് ഭക്ഷിക്കണം എന്നുള്ളതിന് പല തർക്കങ്ങളും ഉണ്ട്. മനുഷ്യൻ സസ്യ ആഹാര ജീവിയാണോ മാംസാഹാര ജീവിയാണോ എന്ന് 2 തർക്കങ്ങളുണ്ട്. ശരീരഘടന അനുസരിച്ച് നമ്മൾ സസ്യഭുക്കുകളാണ്. കാരണം മൃഗങ്ങൾ, പുലി, സിംഹം, മത്സ്യങ്ങൾ, എല്ലാ മൃഗങ്ങളും മാംസഭുക്കായിട്ടുള്ള മൃഗങ്ങൾ എല്ലാം തന്നെ അതിൻ്റെ കുടൽ ഇവിടെ നിന്ന് തുടങ്ങി ടൈലിൻ്റെ തുടങ്ങുന്നിടത്ത് അവസാനിക്കുന്നു, ആനസിൻ്റെ പാർട്ടിൽ അവസാനിക്കുന്നു. അത് സ്ട്രെയിറ്റ് അബ്ഡോമൻ, ചെറുകുടലും വൻകുടലും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് വളരെ ഷോർട്ടാണ് അവരുടെ ആമാശയ ഘടനകൾ. എന്നാൽ മറിച്ച് സസ്യാഹാരമുള്ള ജീവികൾ, പശു, ആന, ആട്, ഇങ്ങനെയുള്ളതൊക്കെ ഒരു വലിയ വയറും ഒരുപാട് ദഹന വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന
ആമാശയവും ചെറുകുടലും വൻകുടലും കുടലിൻ്റെ ഒരു മേളമാണ് വയറിൽ. അപ്പോൾ സസ്യബുക്കുകളിൽ വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ്റെ കുടൽ വലുത് തന്നെയാണ്. അപ്പം മനുഷ്യൻ ഒരു സസ്യാഹാര ജീവിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെൻ്റെ അഭിപ്രായം ഉണ്ടോ? തർക്കിക്കുന്നവർ തർക്കിച്ചോട്ടെ, ഇതെൻ്റെ അഭിപ്രായമാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇന്ന് എന്ത് ഭക്ഷിക്കണം? നമുക്ക് ചിലർ പറയാം, ഒരു 20 കൊല്ലം മുമ്പ് നമ്മളോട് പറഞ്ഞിരുന്നത് ഷുഗർ വരുന്ന ഒരു അരിയാഹാരം കഴിക്കുന്നതുകൊണ്ടാണ്, അതുകൊണ്ട് ഗോതമ്പിലേക്ക് ആക്കണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു 5-10 കൊല്ലമായിട്ട് ഗോതമ്പും കഴിക്കാൻ പാടില്ല, അരിയും ഗോതമ്പും കഴിക്കാൻ പാടില്ല, റാഗി കഴിക്കണം, പുൽപ്പൊടി കഴിക്കണം, അങ്ങനെ പല സാധനങ്ങളും കഴിക്കണം, നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം. ഞാനതൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ അപ്പാപ്പന്മാർ എന്ത് കഴിച്ചിരുന്നത്? ഇവിടെ അരി പോലും കിട്ടാനില്ലായില്ലേ നമ്മുടെ അപ്പാപ്പൻ? ഞാൻ ജനിക്കുന്ന കാലത്തൊക്കെ ഇവിടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് മൂർധന്യാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ അരി കിട്ടി തുടങ്ങിയത് തന്നെ ഇന്ദിരാഗാന്ധി റേഷൻ സമ്പ്രദായം തുടങ്ങിയ പിന്നെയാണ് നമ്മുടെ കേരളത്തിൽ അരി കിട്ടിയത്. എല്ലാവർക്കും അരി കഴിക്കാനുള്ള കേരളത്തിലെത്തിയത് തന്നെ. അതിനുശേഷമാണ് നമ്മൾ അരിയാഹാരത്തിൽ പൂർണ്ണമായിട്ടും, അതിനു മുമ്പ് അരി തന്നെയായിരുന്നു. അതിനു മുമ്പ് കൂടെ കഴിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. കാച്ചിൽ, ചേമ്പ്, വാഴപ്പിണ്ടി, കായ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത് കൂടാതെയുള്ള കാര്യമുണ്ട് പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ ഇന്ന് നമ്മളോട് ഗോതമ്പും കഴിക്കാൻ പാടില്ല, അരിയും കഴിക്കാൻ പാടില്ല, നമ്മൾ നട്ട്സ് കഴിക്കണം, വെജിറ്റബിൾ കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, ഇങ്ങനെയുള്ള കാലം. നമ്മുടെ അപ്പാപ്പൻ എന്താ കഴിച്ചിരുന്നത്? അവർക്ക് നമുക്കുണ്ടായിരുന്ന അസുഖങ്ങളിൽ പലതും അവർക്കുണ്ടായിരുന്നില്ല. അപ്പം എന്ത് കഴിക്കണം എന്നുള്ളത് എൻ്റെ വ്യക്തമായുള്ള ഉത്തരം, നമ്മുടെ ലോക്കലിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, ലോക്കലായിട്ട് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ, ഇവിടെ വളരുന്ന, കേരളത്തിൽ വളരുന്ന എല്ലാ സാധനങ്ങളുമാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ആപ്പിൾ കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ആപ്പിൾ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 5, 10, 15 മിനിറ്റിൽ ഇത് ദഹിച്ച് എനർജി അപ്പം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. തണുപ്പുള്ള രാജ്യങ്ങളിൽ, തണുപ്പ് ഉണ്ടെങ്കിൽ ഉള്ള രാജ്യങ്ങളിൽ നമുക്ക് എനർജി കൺസപ്ഷൻ ശരീരത്തിൽ കൂടുതലായിരിക്കും. ഇവിടെ തന്നെ നോക്കിയോ, മഴ പെയ്ത് അറ്റ്മോസ്ഫിയർ തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കും. കാരണം നമുക്ക് ബോഡിക്ക് ചൂട് നിലനിർത്താനായിട്ട് എനർജി ആവശ്യമാണ്. അതിന് ഭക്ഷണം കൂടുതൽ നമുക്ക് ആവശ്യം തന്നെയാണ്. അതിനാലാണ് നമ്മൾ വർഷത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. വേനൽക്ക് നമുക്ക് കുറച്ച് മതി. കാരണം നമ്മൾ ഓൾറെഡി എനർജി അത്രയും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത്രയും ചൂട് നിലനിർത്താനായിട്ട്. അപ്പം തണുപ്പ് ഉണ്ടാകുന്ന രാജ്യങ്ങളിലുണ്ടാകുന്ന ഫലങ്ങൾ അത് തണുപ്പുള്ള രാജ്യത്ത് കഴിക്കാനാണ്. നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മളിവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. കേരളത്തിലെല്ലാവരും ഭൂരിഭാഗം പേരും വെളിച്ചെണ്ണ ഉപയോഗിക്കണം. അതേസമയം നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ കടുക് എണ്ണയാണ് അവർ എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരാൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയെന്നിരിക്കുക, അവരെന്താ കഴിക്കേണ്ടത്? ശരിക്കും അവർ കടുകെണ്ണ തന്നെ കഴിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ തണുപ്പ് വരുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം ഒരു 15 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തണുപ്പിലേക്ക് വരുമ്പോൾ അത് അപ്പം തന്നെ ഫ്രീസ് ചെയ്യും. കടുകെണ്ണ എന്ന് പറയുന്നത് മൈനസ് വരെ വരുമ്പോഴും അത് ഒരു കുലുക്കമില്ലാതെ എണ്ണയായിട്ട് തന്നെ ഇരിക്കും, ലിക്വിഡായിട്ട് തന്നെ ഇരിക്കും. അതേസമയം അപ്പോൾ ആ ക്ലൈമറ്റിൽ ജീവിക്കുന്ന ഒരാൾ എപ്പോഴും കടുകെണ്ണ തന്നെയാണ് കഴിക്കേണ്ടത്. കാരണം കടുക് അവൻ്റെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുകയും അതിൻ്റെ സെല്ലുകൾക്ക് ചൂട് നൽകുകയും ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. അതേസമയം വെളിച്ചെണ്ണ കഴിച്ചാൽ ആ വെളിച്ചെണ്ണ അതിൻ്റെ കണ്ടന്റ് വലിച്ചെടുക്കുന്നത് അത് ഫ്രോസൺ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് വെളിച്ചെണ്ണ കഴിക്കുകയോ അത് സൗത്ത് ഇന്ത്യയിൽ വന്നിട്ട് നമ്മൾ കടുകെണ്ണ കഴിക്കുകയോ ആവശ്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് തെങ്ങ്, നാളികേരമുണ്ടാകുന്ന തെങ്ങ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേ ഉണ്ടാവുള്ളൂ. നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നതോറും ആദ്യം വെളിച്ചെണ്ണ ഉണ്ടാവില്ല, പിന്നെ തേങ്ങ മൂക്ക പോലും ഇല്ല, കരിക്കുണ്ടാവില്ല. ചില ഷോക്ക് മാത്രമായിട്ട് തെങ്ങ് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ബോംബെ കഴിഞ്ഞാൽ നോർത്തിലേക്ക്. അതേസമയം കടുക് ഇവിടേക്ക് വളരെ, സൗത്ത് ഇന്ത്യയിൽ കടുക് വളരില്ല. നമ്മുടെ കേരളത്തിലൊന്നും പറ്റിയ കാലാവസ്ഥയല്ല കടുകിന്.
ഒരു ചെടിയോ 2 ചെടിയോ ഒക്കെ വളർത്താൻ പറ്റിയേക്കും, എന്നാലും അതിന് നല്ലതായ ഒരു ഈൽഡ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന വളരുന്ന സസ്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. നോർത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫലവൃക്ഷാദികളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇതാണ് ജനറലായിട്ട് എന്ത് ആഹാരം കഴിക്കണം എന്നുള്ളതിന് നമുക്കുള്ള പറയാനുള്ളത്. പിന്നെ നമ്മൾ സസ്യാഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നവരാണ് കേരളത്തിൽ പൊതുവെ. അതേസമയം നമ്മളൊരു യൂറോപ്യൻ കൺട്രിയിലോ അമേരിക്കൻ കൺട്രിയിലോ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ഇറച്ചി മാത്രമേ കഴിക്കുകയുള്ളൂ. ഇത് രണ്ടും നമുക്ക് കുഴപ്പമില്ലാത്തതാണ് എന്ന് വിചാരിച്ച് എല്ലാ യൂറോപ്യൻ കൺട്രികളിലും എല്ലാവരും മാംസം മാത്രമല്ല കഴിക്കുന്നത്. അവരിൽ ദഹനക്കുറവുള്ള ആൾക്കാരുണ്ട്, അവർ പൂർണ്ണമായിട്ടും പച്ചക്കറി തന്നെ കഴിക്കുന്നത്. അവർക്കല്ലാണ്ട് അത് പറ്റൂല. അവരുടെ ദഹന വ്യവസ്ഥ മോശമാകുമ്പോഴാണ് അവർക്ക് വെജിറ്റേറിയനിലേക്ക് വന്നത്. അതിനു മുമ്പ് മുഴുവനും അവർ നോൺ വെജ് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ചിലർ പറയും നമ്മൾ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ഭയങ്കര ഗ്യാസാണ്, പരിപ്പ് കഴിച്ചാൽ ഗ്യാസാണ്, പയർ കഴിച്ചാൽ ഗ്യാസാണ്, ഭൂമിയുടെ അടിയിലുള്ളത് കഴിച്ചാൽ ഗ്യാസാണ്. അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ പറയുന്നവരുടെ വയറിൻ്റെ അസുഖം കൊണ്ടാണ്. അവർ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ വയറിൽ ഗ്യാസ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവർക്ക് അത് ദഹിപ്പിക്കാനുള്ള ആമാശയത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടവരാണ്. ഒരിക്കലും ഉരുളക്കിഴങ്ങിനെ കുറ്റം പറയരുത്. കാരണം ഒരു കേരളത്തുകാരൻ ശരാശരി നമ്മൾ 5 കിലോ താഴെ ഒരു കൊല്ലം ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത്. ഇതൊരു പഴയ സ്റ്റാറ്റിക്സാണ്. എന്നാൽ ഒരു യൂറോപ്യനോ ലാറ്റിൻ അമേരിക്കൻകാരനോ കഴിക്കുന്നത് 175 കിലോ ആണ്. അപ്പോൾ ഈ 5 കിലോ കൊല്ലത്തിൽ കഴിക്കുന്നവൻ്റെ വയറിൽ ഗ്യാസ് ആണെങ്കിൽ 175 കിലോക്കാരൻ എൻ്റെ വയറിൽ എത്രമാത്രം ഗ്യാസ് ആയിരിക്കും? അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് ഈ ഗ്യാസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നവരുടെ വയറിൻ്റെ കംപ്ലൈൻറ്റ് മാത്രമാണത്. അപ്പോൾ എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു.